പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയമുള്ളവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കരുണാസമ്പന്നനായ ദൈവം തൻ്റെ വലിയ കരുണ നമ്മളിലേക്ക് ഒഴുക്കിക്കൊണ്ട് അവൻ്റെ ആ വലിയ സാന്നിധ്യം നമുക്ക് നൽകിക്കൊണ്ടിപ്പോൾ ഈ അൽത്താരയിൽ ഒരു ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. കർത്താവ് തൻ്റെ കരുണ എത്രമാത്രം നമ്മളിലേക്ക് ഒഴുക്കുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെയാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. വിശുദ്ധ ഫൗസ്റ്റീനായോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവിൻ്റെ കരുണയുടെ ആ സമ്പന്നതയിൽ നിന്ന് കർത്താവ് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, വ്യക്തിപരമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കരുണ ഒഴുക്കിക്കൊണ്ട് കടന്നു വരികയാണ്. കരുണാവാരിധിയായ ഈശോയെ നമുക്ക് ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന കരുണാമയനായ ഈശോയെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, സ്തോത്രം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ല ല ല ല ല ല ല ല. ഈശോയെ കടന്നു വരണമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ കരുണ നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ഏറ്റെടുക്കണമേ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണമേ ഈശോയെ. കരുണ വർഷിച്ചുകൊണ്ട്, കരുണ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട്, കരുണയോടെ ഞങ്ങളെ വിധിക്കണമേ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ കരുണ നമുക്ക് അനുഭവിക്കാം. കരുണാമയനും നീതിമാനുമായ ദൈവം ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം, നാം എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസം വരും. നിത്യരക്ഷയാണോ നിത്യശിക്ഷയാണോ നമുക്ക് ലഭിക്കുക? നമുക്കറിഞ്ഞുകൂടാ. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 18-ാം വചനം ഇപ്രകാരം പറയുന്നു: മരണത്തിൻ്റെ, നരകത്തിൻ്റെ, ജീവന്റെ താക്കോലുള്ളവന്റെ മുമ്പിൽ നാം നിൽക്കേണ്ടി വരും. കർത്താവ് നീതിപൂർവം വിധിച്ചാൽ പ്രിയമുള്ളവരെ, നാം എവിടെ എത്തും? സങ്കീർത്തകനോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. 130-ാം സങ്കീർത്തനം 3-ാം വാക്യം: കർത്താവേ, നീ എൻ്റെ പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിന്റെ മുമ്പിൽ നിലനിൽക്കാനാവും? പ്രിയമുള്ളവരെ, കർത്താവ് നമ്മയൊക്കെ വിധിക്കുമ്പോൾ, നീതിപൂർവം കർത്താവ് വിധിച്ചാൽ നമുക്ക് കർത്താവിന് മുമ്പിൽ നിൽക്കുവാനായിട്ട് സാധിക്കുമോ? നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇതായിരിക്കണം: ഈശോയെ, നീ എന്നെ കരുണയോടെ വീക്ഷിക്കണമേ. ഈശോയെ, നീ എന്നെ കരുണയോടെ വിധിക്കണമേ. നിന്റെ കരുണയുടെ സമ്പന്നതയിൽ നിന്ന് നിന്റെ കരുണ അനുഭവിച്ച് നിത്യരക്ഷ പ്രാപിക്കുവാനായിട്ട് ഈശോയെ, നീ എന്നെ ഒരുക്കണമേ, നീ എന്നെ സഹായിക്കണമേ. നമ്മളൊക്കെ മരിച്ചവർക്ക് വേണ്ടി ഒപ്പീസ് ചെല്ലുമ്പോൾ
നമ്മളൊരു പാട്ട് പാടാറുണ്ട്, മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ നല്ലവരൊത്ത് വലംഭാഗെ. പ്രിയമുള്ളവരെ, ഇതായിരിക്കട്ടെ ഈ നിമിഷം നമ്മുടെ പ്രാർത്ഥന. ഈശോയെ, അന്തിമ വിധിനാളില് ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോയെ നീ എന്നെ കരുണയോടെ വിധിക്കണമേ. നിന്റെ കരുണ കൊണ്ട് മാത്രമാണ് വലതുവശത്തുള്ള ആ നല്ലവരോടൊപ്പം ആയിരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് കരുണയോടെ വിധിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പുകളില് 83-ാം ഖണ്ഡികയിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ഫൗസ്റ്റീനായ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, നീതിമാനായ ന്യായാധിപനായി ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ കരുണയുടെ രാജാവായിട്ട് വരും. ഈശോ പറയുകയാണ്, നീതിമാനായ ന്യായാധിപനായിട്ട് ഞാൻ എൻ്റെ മനുഷ്യമക്കളെ വിധിക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ കരുണയുടെ രാജാവായിട്ട് വരും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കിക്കാണാം. നമ്മുടെ പഴയകാല ജീവിതം എപ്രകാരമായിരുന്നു? ഈശോയെ, എൻ്റെ ജീവിതം അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ പോലും എനിക്ക് സാധിക്കുകയില്ല കർത്താവേ. അത്രമാത്രം നിന്നിൽ നിന്ന് അകന്നു പോയവനാണ് ഞാൻ. ജഡികാസക്തികളാല്, ലൗകികമായ അസക്തികളാല് ഞാൻ ഈ ലോകത്തില് ജീവിച്ചു. പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു ഈശോയെ. പൈശാചികമായ ബന്ധനങ്ങളിൽ ഞാൻ പെട്ടുപോയി. ഈശോ പറയുകയാണ്, നീതിയോടെ നിന്നെ വിധിക്കുന്നതിന് മുമ്പ് ഞാൻ കരുണയുടെ രാജാവായി, നായകനായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന്. ഈ നിമിഷം നമുക്ക് ഈശോയുടെ മുമ്പിൽ ഈശോയുടെ കരുണയ്ക്കായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, കരുണയുടെ രാജാവേ, കരുണയോടെ നീ എന്നെ വിധിക്കണമേ. പാപികളായ നാം ഓരോരുത്തരും ഈശോയുടെ കരുണയിലാണ് പ്രിയമുള്ളവരെ ആശ്രയിക്കേണ്ടത്. ഈ ലോകത്തില് നീതിമാനായിട്ട് ആരുമില്ല. ദൈവത്തിന്റെ വെളിപ്പെടുത്തി കിട്ടിയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ പോലും പലപ്പോഴും നമുക്കാവുന്നില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവരോ വിരളമാണ്. എല്ലാവർക്കും വഴിതെറ്റിപ്പോയി. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വചനങ്ങൾ പറയുന്നത്, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. കാര്യങ്ങൾ ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവർക്കും വഴിതെറ്റിപ്പോയി. ഒന്നടങ്കം എല്ലാവർക്കും തെറ്റുപറ്റിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചത്? തെറ്റുകൾ പറ്റിപ്പോയില്ലേ? കർത്താവിൽ നിന്ന് അകന്നു പോയില്ലേ? ഈ ലോകവും ഈ ലോകത്തിൻ്റെതായ ജഡികാസക്തികളും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ദിനങ്ങളും വർഷങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം കടന്നുപോയില്ലേ? നമുക്ക് ഈശോയുടെ മുമ്പിലേക്ക് കടന്നു വരുവാനുള്ള അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഈശോ നമ്മളെ കരുണയോടെ വിധിക്കണം. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിക്കുറിപ്പില് 1146-ാം ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ ആദ്യം എൻ്റെ കരുണയുടെ കവാടം മലർക്കെ തുറക്കുന്നു. കരുണയുടെ കവാടത്തിലൂടെ കടക്കുവാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ നിർബന്ധമായിട്ടും കടക്കണം. പ്രിയമുള്ളവരെ, ഈശോ നമുക്കായിട്ട് നമ്മുടെയൊക്കെ പേര് വിളിച്ച് നമ്മളെ പ്രത്യേകമായിട്ട് അഭിഷേകത്തിലേക്ക്, കൃപയിലേക്കൊക്കെ നയിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയാണ് ഈ നിമിഷം ഈ കൃപയുടെ മണിക്കൂർ ഒരുക്കിയിരിക്കുന്നത്. കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ വളർന്ന്
നമ്മളും കർത്താവിൻ്റെ മുമ്പിൽ സുവിശേഷ വേല, കർത്താവിൻ്റെ സുവിശേഷത്തിന് സാക്ഷികളായി തീരുക. യൂദാസ്ലീഹായുടെ ലേഖനത്തില് 1-ാം അധ്യായം 21-ാം വചനം ഇപ്രകാരം പറയുന്നു: നിത്യജീവിതത്തിനായി യേശുക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുക. പ്രിയമുള്ളവരെ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ജീവിത പങ്കാളി കരുണയ്ക്കായിട്ട് നമ്മുടെ മുമ്പിൽ കൈനീട്ടുമ്പോൾ ആ വ്യക്തിയോട് കരുണ കാണിക്കുന്നവരാണോ നാം? വൃദ്ധരായ മാതാപിതാക്കൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാവാം. അവര് നമ്മുടെ സ്നേഹത്തിനായിട്ട്, നമ്മുടെ കരുണയ്ക്കായിട്ട്, നമ്മുടെ സഹായത്തിനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൈനീട്ടുമ്പോൾ അവരെയൊക്കെ കരുണയോടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾ കരുണ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കരുണരഹിതമായ വിധിയാണ് വിധിക്കാൻ പോകുന്നു എന്നാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നാം കാണുക. പ്രിയമുള്ളവരെ, ഈ നിമിഷം ദൈവത്തിന്റെ ആ കരുണാസമ്പന്നതയിൽ നിന്ന് കരുണ നമ്മളിലേക്ക് ഒഴുകട്ടെ. നമ്മുടെ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുവാൻ കർത്താവിന്റെ കരുണ കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. യഥാർത്ഥമായ ഒരു അനുതാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ കർത്താവിന്റെ കരുണയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി, കർത്താവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ മാത്രമാണ് കർത്താവിന്റെ കരുണ നമ്മളിലേക്ക് ഒഴുകുക. കർത്താവിന്റെ ഈ കരുണയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിന് ജീവിതത്തിൽ സാക്ഷികളാവുക എന്ന് പറഞ്ഞാൽ കരുണയുടെ സാക്ഷികളാവുക എന്നതാണ്. കരുണയിലൂടെ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കരുണ കാണിക്കുമ്പോൾ കർത്താവിന്റെ വലിയ കരുണ, ആ കരുണാ സമ്പന്നതയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകും. പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ഈ കരുണയുടെ ജപമാല നമുക്ക് ആരംഭിക്കാം. ഈ ദിവസം കരുണ നമ്മളിലേക്ക് ഒഴുകട്ടെ. പാപപങ്കിലമായ ഈ ജീവിതമെല്ലാം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ പ്രതി ഈശോയോട് നമുക്ക് ക്ഷമ ചോദിക്കാം. മറ്റുള്ളവരോട് കരുണ കാണിക്കാതെ സ്വയം അഹങ്കരിച്ചുകൊണ്ട് ജീവിതത്തിൽ നടന്നു നീങ്ങിയ നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനോട് മാപ്പിരക്കാം. ഈ ദിവ്യ കുദാശയുടെ സമാപന ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരിക്കൽ കൂടി നമ്മളെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ഈശോയെ, നീ കരുണയോടെ എന്നെ വീക്ഷിക്കണമേ, കരുണയോടെ നീ എന്നെ വിധിക്കണമേ, നിന്റെ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുക്കണമേ. ഈശോയെ, നീ എന്നെ നിന്റെ കരുണയുടെ ആ വലിയ അനുഭവത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സമാപന ആശീർവാദത്തിനായിട്ട് മുട്ടുമേലായിരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും